ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കറക്റ്റ് ഒരു വർഷത്തിന് ശേഷം പിന്നെയും നമ്മൾ ഹൗസ് ഹണ്ടിങ്ങിന് ഇറങ്ങുകയാണ്. ലൈക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആയിരിക്കും അതിൻ്റെ ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട്. സോ ഇനി അടുത്ത് നെക്സ്റ്റ് ലൊക്കേഷൻ വേറെ കമ്പനി അതൊക്കെ ആയിരിക്കും. സോ അക്കോമഡേഷൻ സെർച്ച് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഒരു ഐഡിയ ഇല്ല. നമ്മൾ കറൻ്റ്ലി നോക്കുന്നത് അത്തിബല്ലേ, ബൊമ്മസന്ദ്ര, ആ ഒരു ഇലക്ട്രോണിക് സിറ്റി, ആ ഒരു ഏരിയയാണ്. ഹെബ്ബഗുഡി, ആ ഒരു ഏരിയയാണ് നോക്കുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമ്മളൊരു ദിവസം വന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ PG ആണ് നോക്കിയത്. PG ഓ മൈ ഗോഡ്, ട്രോമയായിപ്പോയി. ലൈക്ക് എന്തോന്ന് പറയാൻ, ഭയങ്കര ഈ ചാള മത്തിയൊക്കെ അടുക്കിയിട്ടിരിക്കില്ലേ, മീൻ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ പോലെയാണ് ആൾക്കാരിങ്ങനെ അടുക്കി കിടക്കണത്. അതുപോലെ ലൈക്ക് ഭയങ്കര സ്മെല്ലും കൊള്ളൂല. ലൈക്ക് ഭയങ്കര എന്തോ പറയാൻ, അങ്ങനത്തെ ഒരു ഏരിയയിൽ പോയാണ് PG കണ്ടത്. അങ്ങനെ PG നമ്മൾ ക്യാൻസലാക്കിയിട്ട് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യണത് ലൈക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയോ 2 BHK അങ്ങനെയൊക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വ്ളോഗ് അതായിരിക്കും. ഭയങ്കര ടയേർഡാണ്. ലൈക്ക് ഇന്ന് നമുക്കൊരു മാരത്തോൺ റണ്ണിങ് ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഹൊസൂർ റൺ. അപ്പോൾ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണം, ഉറക്കം വന്നിട്ട് വയ്യ. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. ലൈക്ക് ഹൗസ് ഹണ്ടിങ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, എന്തെങ്കിലും കിട്ടിപ്പിക്കണം. അല്ലെങ്കിൽ ഈ ആഴ്ച കഴിയുമ്പോഴേ സ്ട്രീറ്റിൽ നിൽക്കും ഞാൻ. സോ ആലിയുണ്ട്, ഞാൻ ആ വീഡിയോയുടെ അറ്റാച്ച് ചെയ്യാം. കറക്റ്റ് കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ ദർഗ ഏരിയയിൽ കിടന്ന് കറങ്ങുകയാണ്. കൃഷ്ണഗിരി ആ ഒരു ഏരിയയിൽ. ഇന്ന് ഫ്ലാഷ് ബാക്സ് അതിപ്പോൾ എവിടെയെങ്കിലും ഞാൻ ഒട്ടിച്ചെവിടെയെങ്കിലും വെക്കാം. ഇന്ന് ബാംഗ്ലൂർ സൈഡിലാണ്. അറിഞ്ഞൂടാ, ഇന്ന് കിട്ടും അല്ലേ? കിട്ടൂലേ? നമ്മളായതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. കിട്ടും ശുഭപ്രതീക്ഷ. ഇനി വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചത് ലൈക്ക് ഒരു സ്കൂട്ടി എന്തെങ്കിലും റെൻറ്റിനെടുത്തിട്ട് സെർച്ചിങ് തുടങ്ങാമെന്നാണ്. പിന്നെ അത് ക്യാൻസലാക്കിയിട്ട് ഇലക്ട്രോണിക് സിറ്റി അങ്ങനെ ഓരോരോ സ്ഥലത്ത് ചെന്ന് നമ്മൾ സെർച്ചിങ് തുടങ്ങി. പിന്നെ ഹെബ്ബഗുഡി അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ സെർച്ചിങ് ചെയ്ത് അവസാനം ഒരു അപ്പാർട്ട്മെൻറ്റിലെത്തി. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അവിടെ ഒരു 1 BHK ഉണ്ടായിരുന്നു, 2 BHK ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിന്നില്ല. നമ്മൾ ഓണറായിട്ട് കുറേ സംസാരിച്ചു, എന്നിട്ടും ലൈക്ക് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ അവർ റേറ്റ് ലൈക്ക് കുറയ്ക്കുന്നില്ല, കൂട്ടണതല്ലാതെ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഇതിനടുത്ത് തന്നെ വേറെയും ഒരു സ്ഥലം ഇങ്ങനെ കണ്ടുപിടിച്ചു. അവിടെ പോയി. അവിടെയും ഒരു 1 BHK നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. അവിടെ ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് സ്ട്രീറ്റിൽ നിൽക്കുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് നമ്മൾ ഇവിടെ അങ്ങ് പറഞ്ഞ് കയറണത്. അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ടോക്കണും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമുക്ക് കീ ഒക്കെ കിട്ടി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ലൈക്ക് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ ചടപടേ പറയട്ടെ ഞാൻ. സോ ഗൈസ്, നമ്മൾ അറ്റ് ലാസ്റ്റ് ഒരു 1 BHK വാങ്ങിയതല്ല, നമ്മൾ റെൻറ്റിനെടുത്തു. സോ ഹാപ്പി. എനിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നു. ലൈക്ക് ഞാൻ എവിടെയെങ്കിലും വീഡിയോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാം. ബോധം പോയി, പെട്ടെന്നായിരുന്നു, വിചാരിച്ചില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങ് എടുത്തു. അപ്പോൾ നമ്മൾ ദിസ് വീക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. വെസ്റ്റ് സൈഡ്, സ്റ്റുഡിയോ, ലെൻസ് കാർട്ട് എല്ലാം ഉണ്ട്. ഒരു മോള്, M5 മോൾ, അതൊക്കെ ഉണ്ട് അടുത്തടുത്ത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലൈക്ക് പറയാൻ പറ്റുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇവനും ചേട്ടനും വന്നിട്ടുണ്ട്. ചേട്ടൻ അവിടെ ഉണ്ടോ? വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ.
ഇത് ഞാൻ ഇവന് ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാണ്. കാണിക്കട. ആ ഓക്കെ മതി. എന്തൊക്കെയാണ് എന്താ പറയണത്, കുറച്ച് കഴിഞ്ഞ് വരാം. പിന്നെ നമ്മൾ നേരെ മെട്രോ ഒക്കെ കയറിയിട്ട് നേരെ മടിവാളയിലോട്ട് പോയി. പ്രകാശ് ചേട്ടൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിരുന്നു. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം കൂടുതലായി. ലൈക്ക് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലായി പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം ട്രീറ്റ് തരാൻ പറ്റിയിട്ടില്ല. സോ എനിക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് 4 പേർക്കും ഇഷ്ടമാണ് ഈ മന്തി. ലൈക്ക് മലബാർ മഖാനിയിലെ മന്തി അടിപൊളി ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ്. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവണത് കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ പോയി അതൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് സഡനായിട്ടൊരു പ്ലാൻ വന്നു, ലൈക്ക് മൂവി കാണാൻ പോയാലോ എന്ന്. അങ്ങനെ ബാലൻ മൂവിയൊക്കെ പോയി കണ്ടു. അടിപൊളി സിനിമയായിരുന്നു. പിന്നെ ഇനി പറയാനുള്ളത്, ഇനിയാണ് ട്വിസ്റ്റ് വരണത്. അപ്പം എന്താണ് ആ ട്വിസ്റ്റെന്നും എല്ലാ കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടായിരിക്കുന്നതാണ്. സോ അതുവരെ ബൈ.